ഈ മധുരയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാർത്തിക നാളിൽ ഈ മലമുകളിൽ ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമുക്കറിയാം തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ഈ മലമുകളിൽ ഭക്തർ ദീപം തെളിയിക്കുന്നതാണ്. എന്നാൽ ഇസ്ലാമിക ഭീകരശക്തികളെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് DMK സർക്കാർ ഈ തവണ ഈ മുസ്ലിം ദേവാലയത്തിന് സമീപമുള്ള മലയുടെ മുകളിലായി ഇത്തരത്തിൽ ദീപം തെളിയിക്കരുത് എന്നൊരു നിലപാടുമായി എത്തിയത്. ഇപ്പോൾ ഈ കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോജ് ഒരിക്കൽ കൂടി ചേരുകയാണ്. മനോജ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈന്ദവ സംഘടനകൾ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? കാരണം നേരത്തെ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഭക്തർക്ക് അനുകൂലമായി ഉള്ളതാണ്. തൃക്കാർത്തിക നാളിൽ ഇവിടെ ദീപം തെളിയിക്കുവാനുള്ള അവകാശം ഭക്തർക്ക് ഹൈക്കോടതി നൽകിയതാണ്. അതിനെ കൂടി മറികടന്നുകൊണ്ടാണ് ഇസ്ലാമിക ശക്തികളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഒരു നീക്കം കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായത്. ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഭക്തരുടെ ഭാഗത്ത് നിന്നും കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്? തീർച്ചയായും നേരത്തെ തന്നെ 3 ഹർജികൾ, അതായത് ഈ മലമുകളിൽ ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹിന്ദു സംഘടനകൾ നൽകിയിട്ടുള്ള ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി അത്തരമൊരു ഉത്തരവിറക്കിയത്. ഈ മലമുകളിൽ തിരുപ്പരംകുன்றത്തെ മലമുകളിൽ കാർത്തിക ദീപം തെളിയിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുമായാണ് ഭക്തർ കഴിഞ്ഞ ദിവസം അവിടേക്ക് എത്തുന്നത്. എന്നാൽ ജില്ലാ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട്, സംസ്ഥാന സർക്കാർ പോലീസ് സംവിധാനത്തേക്ക് ഉപയോഗിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സമീപനം ഉണ്ടായി. പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി. പിന്നാലെയാണ് വീണ്ടും നീതി തേടി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കോടതി ഈ കേസ്, അതായത് മദ്രാസ് ഹൈക്കോടതിയിലെ മധുര ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ തന്നെ 12ലധികം ഭക്തരെ, അതായത് ഹിന്ദു മുന്നണി നേതാക്കളെയും പൊതുപ്രവർത്തകരെയും അടക്കം പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്തതായി പരാതി ഉയരുന്നുണ്ട്. അതായത് ഈ തിരുപ്പരംകുன்றம் മധുരൈ സിറ്റി പോലീസാണ് ഈ തിരുപ്പരംകുன்றம் ഭാഗത്തുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനുള്ളിൽ വച്ചിരിക്കുകയാണ് എന്നും, അതോടൊപ്പം തന്നെ ഈ മറ്റ് ഹൈന്ദവ വിശ്വാസികളടക്കം സ്റ്റേഷന് പുറത്ത് നിലവിൽ നിൽക്കുകയാണ്. ഇതുവരെയും അവരെ വിട്ടയച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ആവശ്യവുമായി മുന്നോട്ട് വന്ന ആളുകളെയാണ് ഈ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. അതിൽ തന്നെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കോടതി ഭക്തർക്ക് അനുകൂലമായി തന്നെ ഉത്തരവിറക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിനെ പോലും മറികടക്കുന്ന രീതിയിലാണ് ജില്ലാ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് 144 അടക്കം പ്രഖ്യാപിച്ച് അവിടെ നിന്നും ഭക്തരെ ബലമായി നീക്കിയത്. എന്തായാലും ഈ മലയ്ക്ക് മുകളിലുള്ള സിക്കന്ദർ ബാദുഷാ ദർഗ, അത് തന്നെയാണ് വലിയ ചർച്ചയാകുന്നത്. അതായത് പെട്ടെന്നൊരു കാലത്ത് അവിടെ ഒരു സിക്കന്ദർ ബാദുഷാ ദർഗ വരുന്നു. ഈ ദർഗ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ സംസ്കരിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിനെയാണ് പിന്നീട് ദർഗയായി കാണുന്നത്. എന്നാൽ അത്തരത്തിലൊരു സംസ്കാരം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രപരമായ രേഖകളിലൂടെ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. അത് മറ്റൊരു സ്ഥലത്താണ് അങ്ങനെ ഒരു സിക്കന്ദർ ബാദുഷായെ അദ്ദേഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതാണ് അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ച സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇസ്ലാമിസ്റ്റുകൾ ഒരു സംവിധാനം കൊണ്ടുവരുന്നു. അതിനെ വിപുലീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ DMK സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ മലയെ ചുറ്റിയുള്ള 2-3 ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾ ഒരുപാട് പേരുണ്ട്. വലിയ പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രങ്ങളാണ് ഈ തിരുപ്പരംകുன்றത്തെ ഈ മുരുകക്ഷേത്രം. ഇതിനു മുന്നിലൂടെ ആടിനെയും അതോടൊപ്പം തന്നെ മാംസഭക്ഷണവും ഒക്കെ കൊണ്ടുപോവുകയും ഇതിന് സമീപത്തായി ആടിനെ അടക്കം ബലി അർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അത് SDPI പോലുള്ള സംഘടനകൾ നേതൃത്വം നൽകി അവിടെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ജനപ്രതിനിധി തന്നെ, അതായത് MP തന്നെ അവിടെ എത്തി ഈ മാംസഭക്ഷണം അടക്കം കഴിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നീട് അതിനെ ഭക്തർ ഒന്നായി തന്നെ എതിർത്തു. ഒരു മുരുക സംഗമം, അത് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധയാർജിച്ചതാണ്. അത്രയധികം ആളുകൾ പങ്കെടുത്ത, ഭക്തജനങ്ങൾ പങ്കെടുത്ത ഒരു സംഗമമൊക്കെ നടത്തി. അതിനു പിന്നാലെയാണ് അടുത്ത പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത്. അതായത് കാർത്തിക ദീപം തെളിയിക്കുവാൻ പോലുമുള്ള അവകാശം അവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. അതിന് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുന്നു, അത്തരത്തിലൊരു ഇസ്ലാമിക പ്രീണനം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്.